ഇവിടുത്തെ അടുക്കളയിൽ മാത്രമാണ് എന്റെ ലോകം. മമ്മിയുടെ ഓർമ്മ പോലും എനിക്കില്ല. എന്നാലും പപ്പ എന്നെ എത്രമാത്രം സ്നേഹിച്ചും ലാളിച്ചുമാണ് വളർത്തിക്കൊണ്ടുവന്നത്. പപ്പയെ മരിച്ചപ്പോൾ ഞാൻ തികച്ചും അനാഥയായി. പപ്പയുണ്ടായിരുന്നപ്പോൾ എന്ത് സന്തോഷം! കൊച്ചു കുതിര, നായ്ക്കുട്ടി, പൂച്ചക്കുട്ടികൾ ധാരാളം. വൈകുന്നേരങ്ങളിൽ പുറത്തു പോകുമ്പോൾ അതെല്ലാം ഇനി ഓർമ്മ മാത്രം. ഇന്നെന്താ രാവിലെ ഒരു പാട്ടും കൂത്തും? ജോലിയൊന്നും തീർന്നില്ലേ? ആ ചിറ്റമ്മേ, ഞാനിവിടെ തുടക്കുകയാണ്. നീ ഇവിടെ കുനിഞ്ഞിരിക്കുന്നു, ഇതേവരെ തുടച്ചു കഴിഞ്ഞില്ലേ? എന്റെ കാല് ആരാടി ഈ മേശ പിടിച്ച് ഇങ്ങോട്ടിട്ടത്? എന്റെ കാല് ഒടിഞ്ഞു. ഞാനെന്താ ചിറ്റമ്മേ, ഇന്നലെ അനിയത്ത് വലിച്ചിട്ടതാ. എന്ത് പറഞ്ഞാലും അത് അനീറ്റ അല്ലെങ്കിൽ നിഷ. നിനക്ക് എപ്പോഴും എന്റെ മക്കളെ കുറ്റം പറയണം അല്ലേടി? അകത്ത് എന്ന് ആ ഓയിൽ വണ്ടി ഇങ്ങനെ എടുത്തോണ്ട് വാടി അല്ലേ? ചെടിക്ക് നനച്ചോടി. ഇല്ല, ഇപ്പൊ ചെയ്യാം. അടുക്കളയിൽ പാത്രങ്ങളൊന്നും കഴുകിയിട്ടില്ല. ഓ, എന്റെ കാല്. നേരം പുലർന്നിട്ട് എത്ര സമയമായി? അതെങ്ങനെയാ? ഇതേവരെ മുറി തുടച്ചു തീർന്നിട്ടില്ല. മമ്മി, ഇവൾ എന്നും നേരത്തെ എഴുന്നേൽക്കും. എന്നിട്ടെന്താ പണിയെന്നറിയോ? ഇല്ല. എന്താ മോളെ? അതാ ആ കിളിവാതിലും തുറന്നിട്ട് നിരത്തിലേക്ക് നോക്കി നിൽക്കും. ഓഹോ, അതെന്തിനാടി? എന്തിനാ ചിറ്റമ്മേ ഇങ്ങനെയൊക്കെ പറയുന്നത്? ഞാനാ നിരത്തിലൊന്നും പോയിട്ടേയില്ല. അവിടെയൊക്കെ കാണാനുള്ള ആശ കൊണ്ട് നോക്കുന്നതാ. എന്തെല്ലാം കാഴ്ചകളാണ് അവിടെ! പറക്കുന്ന പക്ഷികൾ, ഓടി നടക്കും മനുഷ്യൻ, എത്രയാണെന്ന് ഒരു കൊട്ടാരം കാണല്. അവിടെ രാജകുമാരനെ പെണ്ണന്വേഷിക്കുകയാ. എന്നാ പിന്നെ ഇവിടെ അങ്ങനെ കെട്ടിക്കും. കെട്ടും തന്തയും തള്ളയും ചത്തുപോയ ഈ പീറ പെണ്ണിനെ ഒരുത്തനും കെട്ടില്ല. അല്ലെങ്കിൽ തന്നെ എന്റെ പെൺമക്കളല്ലേ പറഞ്ഞയക്കേണ്ടത്. എന്തിനാ എല്ലാവരും കൂടി എന്നെ ഇങ്ങനെ കുറ്റം പറയുന്നത്? കുറ്റമൊന്നുമില്ല അല്ലേടി? ഈ ഒടുക്കിന് എന്തിനു കൊള്ളാം? എന്നാ നീ തന്നെ ഇട്ടോ. കണ്ണീരിട്ടു കാത്തിടേണ്ടായി, പള്ള നിറച്ചു കഴിച്ചിടേണ്ടേ, വെള്ളിക്കു നന്നായി വിശന്നിടുന്നു, ഉള്ളത് വല്ലതും വെച്ചിട്ടുണ്ടാകും. പോടി പോ. ഈ നാശത്തെ കൊണ്ട് തോറ്റു. വിശന്ന് പൊരിഞ്ഞാലും ഒന്നും തിന്നാൻ കിട്ടത്തില്ല. അവള് ഭയങ്കര അഹങ്കാരിയാ. തൊലിവെളുത്തന്റെ
കണ്ട. അമ്മ എന്തെങ്കിലും തരണേ, വിശപ്പ് സഹിക്കുന്നില്ല അമ്മ. ആഹാ, ഇത് നല്ല കുത്തും. ഹേ തള്ളേ, നിങ്ങൾക്ക് തരാനല്ല ഞങ്ങളുടെ ഭക്ഷണം ഉണ്ടാക്കുന്നത്, ഞങ്ങൾക്ക് കഴിക്കാനാ. എന്താ തള്ളേ, നിങ്ങൾ ഇവിടെ വല്ലതും ഏൽപ്പിച്ചിട്ടുണ്ടോ വെച്ചു വിളമ്പാൻ? വിശന്നിട്ടല്ലേ അമ്മ, എന്തെങ്കിലും താ. പോകുന്നുണ്ടോ ഇവിടുന്ന് കടന്ന് തൊള്ള തുറക്കാതെ? മമ്മി വാ, അടുക്കളയിൽ എന്തെങ്കിലും ആയിക്കാണോ? അനുജ വന്നേ. മുത്തശ്ശി പോകല്ലേ, ഒരു റൊട്ടിയും അല്പം കറിയുമുണ്ട്, ഇതാ. വേണ്ട മോളെ, എനിക്കിതു തന്നാൽ നീ പട്ടിണിയാകില്ലേ? സാരമില്ല, ഞാൻ ചെറുപ്പമല്ലേ, ഞാൻ വിശപ്പ് സഹിച്ചുവല്ല. പ്രായമായ മുത്തശ്ശിക്ക് അല്പമെങ്കിലും ആഹാരം വേണ്ടേ? എന്റെ മോളെ, ദൈവം നിനക്ക് നല്ലത് വരുത്തും.